അടിയിൽ പാൻറ്റീസ് അവൾ കഴുകി മുറ്റത്ത് മെത്തിന് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുഷിയായിട്ടുള്ള ഒരു പുടിയില പോലത്തെ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മുറ്റത്ത് സൈഡിൽ മതിൽ പോലെ. ആ ചെടിയിൽ ഇവള് പാൻറ്റീസ് കഴുകി കോളേജിൽ നിന്ന് വന്നിട്ട് കഴുകി ഇട്ടിരുന്നു. ഇത് കാറ്റിൽ പറന്ന് നേരെ മെറ്റിലേക്ക് വീണു. മെറ്റിലേക്ക് വീണ് കഴിഞ്ഞ് ഇവള് സന്ധ്യയായി കഴിഞ്ഞ് നേരെ ഇതെടുത്ത് അകത്തേക്ക് കൊണ്ടിടാൻ അത് ആ സാധനം അകത്തുകൊണ്ടേ ഇടാനെടുത്തു. അകത്തിട്ട് അവൾ ശരിക്കും ഉണക്കി അടയിൽ തന്നെയൊക്കെ സേഫായിട്ടൊക്കെ ഇട്ട് ഉണക്കി പിറ്റേ ദിവസം കോളേജിൽ പോയപ്പോൾ ഇവള് ഇത് ഇട്ടുകൊണ്ട് പോയി. ഇവള് സ്കൂൾ ബസ്സൊന്നുമില്ല, ലൈൻ ബസ്സാണ്. ഇട്ടുകൊണ്ട് ഇവള് ബസ്സിൽ കയറി. നമ്മുടെ പറവൂരുണ്ടായ സംഭവം. ബസ്സിൽ കയറി ഇവള് പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി, ഭയങ്കര പ്രയാസമായി. പിന്നെ തല ഇറങ്ങണ പോലെ പോകുന്നു. ഇവൾക്ക് ഇരിക്കണം, സീറ്റ് ചോദിച്ചു. അപ്പോൾ ഒരു മീൻ കൊണ്ടുപോകുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു അതിൽ. കാരണം ഇത് ഞാൻ കൂടെ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ചേച്ചിനെ. അപ്പോൾ എന്തായാലും ആ ചേച്ചി സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ പ്രൊഫഷണൽ ഇതിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് എന്തായാലും ഇവളുടെ ആ ഇത് കണ്ടപ്പം ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് സംഗതി എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നോർമൽ സ്റ്റേജ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ വെള്ളം മേടിച്ച് കുട്ടിയെ കുടിപ്പിച്ച് വെള്ളം കുടിച്ച പുള്ളി അൺകോൺഷ്യസ് ആയി മാറിയത്. പെട്ടെന്ന് ബോധം പോയി കുട്ടിയുടെ, പെട്ടെന്ന് മറിഞ്ഞ് വീണു. ഉടനെ തന്നെ പറവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇതിനുള്ള സംവിധാനം അന്നത്തെ കാലത്തുള്ള സെറ്റപ്പ് സ്കാനിങ് സൗകര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ സൗകര്യമില്ല, കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ നേരെ തന്നെ അടുത്ത ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ടുപോയി കുട്ടിയുടെ വയറ് ശരിക്കും സ്കാൻ ചെയ്ത് നോക്കിയത്, എക്സ്റേ എടുക്കിയത്, സ്കാൻ ഇല്ലെന്ന് എക്സ്റേ എടുത്ത് നോക്കിയത്. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് കണ്ടില്ല. വീണ്ടും നോക്കി കഴിഞ്ഞപ്പം കുട്ടിയുടെ യൂട്രസിനുള്ളൊരു പഴുതാര ചത്തിരിക്കുന്നു. വലിയ പഴുതാര ചത്തിരിക്കുന്നു, നല്ല കടുത്ത കളറിലുള്ള പഴുതാര ചത്തിരിക്കുന്നു. ഇത് കാറ്റത്ത് വിരിച്ച് വീണ് കിടന്ന സമയത്ത് ആ കല്ലിന് മുകളിൽ നിന്ന് എവിടെന്നോ തറയെന്ന് കയറി പിടിച്ചതാ. ഈ സാധനം നനഞ്ഞ ഡ്രസ്സായോണ്ട് പറ്റി പിടിച്ചിരിക്കും, കുടഞ്ഞാ പോവില്ല. എന്തായാലും ഈ കുട്ടി ഡെത്തായി. കൊച്ചു മരിച്ചുപോയി. കാരണം പിന്നെ അവള് ബോധം തെളിഞ്ഞിട്ടില്ല. കാരണം അത്രയും വിഷം അതിനെ ഉള്ളിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്, ഡോക്ടർ പറഞ്ഞത്. കുട്ടി മരിച്ചു. അത് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഇടയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒന്ന് അലമാരിലിരിക്കണതാണെങ്കിലും ഒന്ന് എടുത്ത് ഒന്ന് കുടഞ്ഞൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് പറയാൻ പറ്റില്ല എന്താ കുഴപ്പമെന്നുള്ളത്. അപ്പോൾ ഈ അമ്മമാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ഹൈജീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രിക്കോഷൻസും കൂടെ കൊച്ചുങ്ങൾക്ക് കെയറും കൂടെ പറഞ്ഞു കൊടുക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം.